കേരളത്തിലെ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ ഈ മോഡിഫിക്കേഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റീസ്റ്റോർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആക്സറീസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ എടുക്കേണ്ട മുൻകരുതലുകൾ അല്ലെങ്കിൽ അതിന് പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ കേരളത്തിലൊരു വണ്ടി മോഡിഫൈ ചെയ്യാറിനാൽ നമുക്കിപ്പോൾ ഏത് വണ്ടി എങ്ങനെ മോഡിഫൈ ചെയ്യാം. നമുക്കൊരു നിസാൻ പെട്രോളിൻ്റെ എൻജിൻ കൊണ്ടുപോയിട്ട് ഒരു ലാൻഡ് ക്രൂസറിലോ അല്ലെങ്കിൽ ഒരു നിസാൻ GTRൻ്റെ എൻജിൻ കൊണ്ടുപോയിട്ട് ഒരു BMW ഒക്കെ ആക്കാനുള്ളൊരു സെറ്റപ്പും ടെക്നിക്കലും ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ കേരളത്തിലത്തെ അവസ്ഥ എനിക്കറിയാലോ, RTO ഈ സെയിം ഒരു എന്തൂസിയാസ്റ്റിക് ആയിക്കൊള്ളണമെന്നൊന്നുമില്ല. ഒന്നാമത്തെ ഒരു ചൊറ ലീഗൽ ഇഷ്യൂകളാണ്. ഇപ്പോൾ വൈഡ് ബോഡീൻ്റെ കേസിൽ അല്ലെങ്കിൽ സസ്പെൻഷൻ്റെ കേസിൽ അലോവീലിൻ്റെ കേസിലൊക്കെ അവരുടേതായ ഒരു ചെറിയ റൂളുകളുണ്ട്. അപ്പോൾ മോഡിഫിക്കേഷൻ എന്നുള്ള ഒരു എന്തൂസിയാസ്റ്റിക് ഒരു ആർട്ടിനെ പല രീതിയിലും നമ്മുടെ കേരളത്തിലുള്ള ഒരു സപ്പോർട്ടൊന്നുമില്ല. അതിൻ്റെതായ പ്രശ്നങ്ങളുള്ളൂ. അപ്പോൾ ഇപ്പോൾ കൂളിംഗ് ഫിലിമൊക്കെ ആദ്യം ബാൻഡ് ആയിരുന്നല്ലോ, അപ്പോൾ ലീഗലായി. അതുപോലെ ഭാവിയിൽ ഇപ്പോൾ മോഡിഫിക്കേഷൻസൊക്കെ ലീഗലാവുമെന്ന് വിചാരിക്കുക. ഇത്ര ഒരു RTOൻ്റെ ചൊറ തന്നെ ഉള്ളൂ. ബാക്കിയുള്ള കേസുകൾ നമുക്ക് ചെയ്യാവുന്ന കേസ്.